എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ അടുത്ത ആഴ്ച കുറേയധികം ഷെയർസ് ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ചില ഷെയർസ് 50 രൂപ മുതൽ ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നമുക്കൊന്ന് നോക്കാം. അതായത് ഷെയറിൻ്റെ പ്രൈസ്, അതുകൂടാതെ ഡിവിഡൻഡ് കൊടുക്കുന്ന ഡേറ്റ്, അതുകൊണ്ട് എത്ര രൂപയാണ് ഡിവിഡൻഡ് എന്നീ കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കാം. നമ്മുടെ ആദ്യത്തെ ഷെയർ JK ടയർ ആൻഡ് ഇൻഡസ്ട്രീസ് ആണ്. 495 രൂപയുടെ കറണ്ട് ക്ലോസിംഗ് പ്രൈസ് വന്നിട്ടുള്ളത്. JK ടയർ 1 രൂപയുടെ ഡിവിഡൻഡ് കൊടുത്തത്. 16 ഫെബ്രുവരി 24 അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ 16 ഫെബ്രുവരി 24 നമ്മുടെ കയ്യിൽ ഈ ഷെയർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഷെയറിന് 1 രൂപ വെച്ചിട്ട് ഡിവിഡൻഡ് ലഭിക്കും. അടുത്ത ഷെയർ JB കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. 1725 അതിൻ്റെ ക്ലോസിംഗ് റേറ്റ്. അത് 16 ഫെബ്രുവരി തന്നെയാണ് അതിൻ്റെ റെക്കോർഡ് ഡേറ്റ്. 5 രൂപ 50 പൈസയുടെ നമുക്കൊരു ഷെയറിന് വെച്ചിട്ട് കിട്ടാം. 5 രൂപ 50 പൈസ വെച്ചിട്ട് കിട്ടും. അടുത്ത ഷെയർ ഡാൽമിയ ഭാരത് എന്ന് പറയുന്ന ഒരു ഷെയറാണ്. 2127 രൂപയുടെ അതിൻ്റെ കറണ്ട് മാർക്കറ്റ് റേറ്റ്. 16 ഫെബ്രുവരിയിലാണ് അതിൻ്റെ ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ച ഡേറ്റ്. 3 രൂപ 75 പൈസ വെച്ചിട്ട് ഒരു ഷെയർ നമുക്ക് കിട്ടും. അടുത്ത ഷെയർ പവർ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതായത് PFC ലിമിറ്റഡ്. 20 ഫെബ്രുവരിയുടെ അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് തീരുമാനിച്ചത്. 20 ഫെബ്രുവരി 3 രൂപ 50 പൈസ വെച്ചിട്ട് നമുക്ക് ഒരു ഷെയറിന് ഡിവിഡൻഡ് ലഭിക്കും. അടുത്ത ഷെയർ സെൻറ്റം ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ്. 1597 രൂപ ആണ് അതിൻ്റെ കറണ്ട് മാർക്കറ്റ് റേറ്റ്. സെൻറ്റം ലിമിറ്റഡ് 20 ഫെബ്രുവരി 24 ഡിവിഡൻഡ് തീരുമാനിച്ചിട്ട് 3 രൂപ വെച്ചിട്ട് നമുക്ക് ഡിവിഡൻഡ് ലഭിക്കും. അടുത്ത ഷെയർ അക്സോ നോബൽ ഇന്ത്യ ലിമിറ്റഡ്. 2875 രൂപയുടെ കറണ്ട് മാർക്കറ്റ് റേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. 16 ഫെബ്രുവരിയുടെ അതിൻ്റെ ഡിവിഡൻഡായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. 50 രൂപയുടെ നമുക്ക് ഒരു ഷെയറിന് ഡിവിഡൻഡായി ലഭിക്കാം. അടുത്തത് മജസ്റ്റിക് ഓട്ടോ ലിമിറ്റഡ്. 366 രൂപയുടെ അതിൻ്റെ കറണ്ട് മാർക്കറ്റ് റേറ്റ്. 20 ഫെബ്രുവരി 24 ആണ് ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. 15 രൂപ വെച്ചിട്ട് നമുക്ക് ഡിവിഡൻഡ് ലഭിക്കും. MSTC ലിമിറ്റഡ്. അടുത്ത ഷെയർ MSTC ലിമിറ്റഡ്. 987 രൂപയുടെ അതിൻ്റെ കറണ്ട് മാർക്കറ്റ് റേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. 20 ഫെബ്രുവരി 24 അതിൻ്റെ ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. 5 രൂപയുടെ ഡിവിഡൻഡ് പ്രൈസ് 5 രൂപ. അടുത്ത ഷെയർ അപ്പോളോ ഹോസ്പിറ്റൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ്. 6437 രൂപയുടെ അതിൻ്റെ കറണ്ട് മാർക്കറ്റ് റേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും 20 ഫെബ്രുവരി 24 ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ചു. 6 രൂപ വെച്ചിട്ട് ഒരു ഷെയറിന് നമുക്ക് ഡിവിഡൻഡ് ലഭിക്കും. അടുത്തത് യൂണി പാർട്സ് ഇന്ത്യ ലിമിറ്റഡ്. 549 രൂപയുടെ കറണ്ട് മാർക്കറ്റ് റേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. 21 ഫെബ്രുവരി 24 ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. 6 രൂപ വെച്ചിട്ട് നമുക്ക് ഡിവിഡൻഡ് ലഭിക്കും. അടുത്തത് മിസ് വിക്ടേഴ്സ് ഫുഡ് സ്പെഷ്യാലിറ്റി ലിമിറ്റഡ്. അത് കൺസ്യൂമർ ഫുഡ് കമ്പനിയാണ്. അത് FMCG കമ്പനിയാണ് എന്ന് തോന്നുന്നത്. 1075 രൂപയുടെ അതിൻ്റെ കറണ്ട് മാർക്കറ്റ് റേറ്റ്. 21 ഫെബ്രുവരി 24 ഡിവിഡൻഡ് കൊടുക്കാൻ തരുന്നത്. 1 രൂപ 25 പൈസ വെച്ചിട്ട് നമുക്ക് ഡിവിഡൻഡ് ലഭിക്കാം. അടുത്തത് നമ്മുടെ LICയുടെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. LIC എന്ന് പറയുമ്പോൾ LIC ഹൗസ് ഫിനാൻസ് അല്ല, ഇത് LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് IPO വന്ന LIC. അത് 1080 രൂപയുടെ കറണ്ട് മാർക്കറ്റ് റേറ്റ്. 21 ഫെബ്രുവരി 21 ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ചു. 4 രൂപ വെച്ചിട്ട് നമുക്കൊരു ഷെയർ ഡിവിഡൻഡ് കിട്ടും. അടുത്തത് PI ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. 3484 രൂപ 35 പൈസ കറണ്ട് മാർക്കറ്റ് റേറ്റ്. PI ഇൻഡസ്ട്രീസ്
ഈ ഫെബ്രുവരി 24-ാം തീയതി അത് ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. 4 രൂപ 50 പൈസ വെച്ചിട്ട് നമുക്ക് ഡിവിഡൻഡ് ലഭിക്കും. അടുത്തത് JK ലക്ഷ്മി സിമെൻറ്റ് ലിമിറ്റഡ് 935 രൂപയുടെ അതിൻ്റെ കറണ്ട് മാർക്കറ്റ് റേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. അത് 21 ഫെബ്രുവരി 24-ാം തീയതി ഡിവിഡൻഡ് ആയിട്ട് 2 രൂപയുടെ അതിന് ഡിവിഡൻഡ് ലഭിക്കുക. ഒരു ഷെയറിന് 2 രൂപ വെച്ചിട്ട്. അടുത്ത ഷെയർ നമുക്ക് കുമ്മിൻസ് ഇന്ത്യ ലിമിറ്റഡാണ്. 2602 രൂപയുടെ അതിൻ്റെ ക്ലോസിംഗ് റേറ്റ്. 18 രൂപയുടെ ഡിവിഡൻഡ് കൊടുക്കുക. അതായത് 21 ഫെബ്രുവരി 24-ാം തീയതി ആണ് ഡിവിഡൻഡ് നിശ്ചയിച്ചപ്പെട്ട റെക്കോർഡ് ഡേറ്റ്. 18 രൂപയുടെ അതിന് ഒരു ഷെയറിന് നമുക്ക് ഡിവിഡൻഡ് ലഭിക്കാം. അടുത്ത ഷെയർ ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻ ലിമിറ്റഡ് 205 രൂപ 85 പൈസയുടെ അതിൻ്റെ കറണ്ട് മാർക്കറ്റ് റേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഫെബ്രുവരി 24-ാം തീയതി തന്നെ ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. 3 രൂപ 50 പൈസ വെച്ചിട്ട് നമുക്ക് ഒരു ഷെയറിന് ഡിവിഡൻഡ് ലഭിക്കും. അടുത്തത് കാസ്ട്രോൾ ഇന്ത്യ ലിമിറ്റഡ് ആണ്. 21 രൂപ 60 പൈസയുടെ കറണ്ട് മാർക്കറ്റ് റേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റെക്കോർഡായിട്ട് 21 മാർച്ച് 24-ാം തീയതി 4 രൂപ 50 പൈസ വെച്ചിട്ട് അതിൻ്റെ ഡിവിഡൻഡ് നമുക്ക് ലഭിക്കും. 4 രൂപ 50 പൈസ. അപ്പോൾ ഇത്രയുമാണ് അടുത്ത ആഴ്ച ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ച ഷെയർസിൻ്റെ ഡീറ്റെയിൽ. അപ്പോൾ പരമാവധി ഷെയർസിനെ കളക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം വരുന്ന ഡീറ്റെയിൽസ് ഇതിന് ശേഷം ഇപ്പോൾ ഇന്നേക്ക് ശേഷം ഡിക്ലെയർ ചെയ്യുന്ന ഷെയർസിൻ്റെ ഡീറ്റെയിൽ നമുക്ക് അടുത്ത ആഴ്ച നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ തീരുമാനിച്ച കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നല്ല ഡിവിഡൻഡ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.